السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. نصلي ونسلم على أشرف الأنبياء والمرسلين أما بعد. പ്രിയപ്പെട്ട വിശ്വാസികളെ വിശ്വാസിനികളെ, 46-ാം അധ്യായമായ സൂറത്തുൽ അഹ്ഖാഫിലെ 25 ആയത്തുകൾ നാം പഠിച്ചു കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് 26, 27, 28 3 ആയത്തുകളാണ് നാം പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു പഠിക്കാനും പകർത്താനും അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുവാനും ഒക്കെ നമ്മുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. കഴിഞ്ഞ ആയത്തുകളിൽ നാം പഠിച്ചിട്ടുള്ളത് ആദ് സമൂഹത്തോട് അവരിലേക്ക് നിയോഗിതനായ ഹൂദ് നബി അലൈഹിസ്സലാം ആരാധന റഹ്മാനായ റബ്ബിന് മാത്രമേ ആകാവൂ എന്നും അള്ളാഹു അല്ലാത്തവരെ നിങ്ങൾ ആരാധിക്കരുത്, അങ്ങനെ ആരാധിച്ചാൽ ഏറ്റവും ഭയാനകരമായ ശിക്ഷ നിങ്ങളിൽ ഞാൻ ഭയപ്പെടുന്നു എന്ന് ഉപദേശിച്ചപ്പോൾ, താക്കീത് നൽകിയപ്പോൾ, ഹൂദേ നീ പറയുന്ന ശിക്ഷ എവിടെയാണ്, ഉണ്ടെങ്കിൽ അതൊന്ന് ഞങ്ങൾ കാണട്ടെ, ഞങ്ങൾ കൊണ്ടുവരിക എന്ന് ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്തപ്പോൾ അവരിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാറ്റിനെ, ശക്തമായ 7 രാവും 8 പകലും നീണ്ടു നിൽക്കുന്ന അത്യുഗ്രമായ ഒരു കൊടുങ്കാറ്റിനെ പറഞ്ഞയക്കുകയും അവരെ മുഴുവനും അല്ലാഹു തആല നവവശേഷമാക്കുകയും ചെയ്തു എന്നാണ് കഴിഞ്ഞ ആയത്തുകളിൽ നാം പഠിച്ചിട്ടുള്ളത്. എപ്പോഴാണ് ആപത്തുകൾ വരിക? അള്ളാഹുവിനെ ധിക്കരിച്ച് നടക്കുന്ന ആളുകൾക്ക് ഉടനെ തന്നെ വന്നുകൊള്ളണം എന്നില്ല. എപ്പോഴാണ് അത് വരിക, അതെങ്ങനെയാണ് സംഭവിക്കുക എന്നൊന്നും ഒരാൾക്കും പറയാൻ സാധ്യമല്ല. എല്ലാം അള്ളാഹുവിൻ്റെ വിജ്ഞാനത്തിൽ പെട്ടതാണ് എന്നൊക്കെയാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. തുടർന്നുള്ള ആയത്തുകളിൽ അവിശ്വാസികളാകുന്ന ആളുകളെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റു ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്. വലഖദ് മക്കന്നാഹും ഫീ മാഇൻ മക്കന്നാകും ഫീഹി വജഅൽനാ ലഹും സമഅൻ വഅബ്സാറൻ വഅഫ്ഇദതൻ ഫമാ അഗ്നാ അൻഹും സമഉഹും ولا أبصارهم ولا أفئدتهم من شيء إذ كانوا يجحدون بآيات الله وحاق بهم ما كانوا به يستهزئون. അവിശ്വാസികളാകുന്ന ആളുകളെ അഭിമുഖീകരിച്ചുകൊണ്ട് അള്ളാഹു അവർക്ക് താക്കീത് നൽകുകയാണ്. എന്താ താക്കീത്? വലഖദ്, തീർച്ചയായും, മക്കന്ന, നാം സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട്, ഹും, അവർക്ക്, തീർച്ചയായും അവർക്ക് നാം സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഫീമ ഒന്നിൽ നാം അവർക്ക് സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട്. മക്കന്നാക്കും ഫീഹി, നിങ്ങൾക്ക് നാം സൗകര്യം ചെയ്തു തന്നിട്ടില്ലാത്ത ഒന്നിൽ. മക്കന്നാഹും ഫീഹി, നിങ്ങൾക്കതിൽ നാം സൗകര്യം ചെയ്തു തന്നിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടില്ലാത്ത പല സൗകര്യങ്ങളും അവർക്ക് നാം സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. വജഅൽന, നാം ആക്കുകയും ചെയ്തു, ലഹും, അവർക്ക്, സമഅൻ, കേൾവിയെയും, വഅബ്സാറൻ, കാഴ്ചകളെയും, വഅഫ്ഇദ, ഹൃദയങ്ങളെയും നാം അവർക്ക് നൽകുകയും ചെയ്തു. കേൾക്കാനും കാണാനും ചിന്തിക്കുവാനും ഒക്കെയുള്ള കേൾവിശക്തിയും കാഴ്ചശക്തിയും ചിന്താശേഷിയുമൊക്കെ നാം അവർക്കും നൽകിയിട്ടുണ്ട്. ഇനി അള്ളാഹു പറയുന്നത്, അപ്പൊ നിങ്ങൾക്ക് നൽകിയിട്ടില്ലാത്ത പലതും അവർക്ക് നൽകി. എന്നിട്ട് ഫമാ അഗ്ന, എന്നിട്ട് ഉപകരിച്ചില്ല, അൻഹും, അവർക്ക്, ഫമാ അഗ്ന അൻഹും, എന്നിട്ട് അവർക്ക് ഉപകരിച്ചില്ല, സംഉഹും, കേൾവി, സംഉഹും, അവരുടെ കേൾവി, വല അബ്സ്വാറുഹും, അവരുടെ കാഴ്ചകളും, വല അഫ്ഇദതുഹും, അവരുടെ ഹൃദയങ്ങളും, മിൻ ഷൈഇൻ, യാതൊരു ഉപകാരവും ചെയ്തില്ല. അവരുടെ കേൾവിയോ അവരുടെ കാഴ്ചകളോ അവരുടെ ഹൃദയങ്ങളോ അവർക്ക് ഒരു നിലക്കും മിൻ ഷൈഅ്, ഒരു ഉപകാരവും ചെയ്തില്ല. ഇത് കാനു, അവരായിരുന്നത് കൊണ്ട്, യജ്ഹദൂന, നിഷേധം, യജ്ഹദൂന, അവർ നിഷേധിച്ചു കൊണ്ടിരുന്ന കാരണം കൊണ്ട്, ബി ആയാത്തില്ല, അള്ളാഹുവിന്റെ ആയത്തുകളെ, ഇത് കാനു യജ്ഹദൂന ബി ആയാത്തില്ല, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ അവർ നിഷേധിച്ചു കൊണ്ടിരുന്നതിനാൽ അവർക്ക്
അവരുടെ കാഴ്ചകളോ അവരുടെ കേൾവിയോ അവരുടെ ഹൃദയമോ ഒട്ടും തന്നെ അവർക്ക് ഉപകരിച്ചില്ല. എന്തേ കാരണം? ഇത് കാനൂ യജ്ഹദൂന ബി ആയാത്തില്ല, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ച കാരണം കൊണ്ട്. വഹാഖ ബിഹിം, വഹാഖ ബിഹിം, ഹാഖ വലയം ചെയ്തു, ബിഹിം അവരെ, മാ കാനൂ ബിഹി അവർ അതിനെപ്പറ്റി ആയിരുന്നു, യസ്തഹ്സിഊന പരിഹസിച്ചു കൊണ്ടിരിക്കുന്നവരായിരുന്നു. ഏതൊന്നിനെ കുറിച്ച് അവർ പരിഹസിച്ചു കൊണ്ടിരിക്കുന്നുവോ അത് അവരിൽ വലയം ചെയ്യുകയും ചെയ്തു. അവർ പരിഹസിച്ചത് പ്രവാചകന്മാർ അള്ളാഹു അല്ലാത്തതിനെ ആരാധിക്കുകയും അള്ളാഹു അല്ലാത്തതിന് നേർച്ചയും വഴിപാടുകളൊക്കെ സമർപ്പിക്കുകയും ചെയ്താൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹനീയമായ തൗഹീദ് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ ശക്തമായ ശിക്ഷ വരും എന്നതായിരുന്നു അള്ളാഹുവിന്റെ താക്കീത്. ആ താക്കീതുകളെ, ആ ശിക്ഷയെ പരിഹസിച്ച കാരണം കൊണ്ട് തീർച്ചയായും അവരുടെ കേൾവിയോ അതല്ലെങ്കിൽ അവരുടെ കാഴ്ചയോ അവരുടെ ചിന്താശേഷിയോ അവർക്ക് ഒരു നിലക്കും ഉപകരിച്ചില്ല എന്നാണ് അവിശ്വാസികളാകുന്ന ആളുകളെ അഭിമുഖീകരിച്ചുകൊണ്ട് അല്ലാഹു തആല ഈ ആയത്തിൽ നമ്മെ പഠിപ്പിച്ചത്. ആദ് സമൂഹത്തിന് അല്ലാഹു തആല നൽകിയിട്ടുള്ള ശിക്ഷയെ കുറിച്ച് പറഞ്ഞതിന് ശേഷം അവിശ്വാസികളാകുന്ന ആളുകളെ അഭിമുഖീകരിച്ചുകൊണ്ട് 26-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞത്, നിങ്ങളെ പോലെ ആയിരുന്നില്ല ആദ് സമൂഹം, നിങ്ങളെക്കാൾ പലതും അവർക്ക്, വലഖദ് മക്കന്നാഹും ഫീമാ ഇമ്മക്കന്നാകും ഫീഹ്, നിങ്ങൾക്ക് നൽകിയിട്ടില്ലാത്ത പല വിഷയത്തിലും അവർക്ക് നാം, ആ ആദ് സമൂഹത്തിന് നാം സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, നിങ്ങളെക്കാൾ കയ്യൂക്കും നിങ്ങളെക്കാൾ ആരോഗ്യവും നിങ്ങളെക്കാൾ സാമ്പത്തികമായ അഭിവൃദ്ധിയും എല്ലാ നിലക്കും പലതിലും നിങ്ങളെക്കാൾ ഏറ്റവും മുന്തി നിൽക്കുന്നവരായിരുന്നു ആ ആദ് സമൂഹം. മാത്രവുമല്ല, കാര്യങ്ങളൊക്കെ കണ്ടാൽ അത് മനസ്സിലാക്കുവാനുള്ള കണ്ണും അതേ ചിന്തിക്കുവാനുള്ള ചിന്താശേഷിയും ബുദ്ധിശക്തിയുമെല്ലാം അവർക്കുണ്ടായിരുന്നു. എല്ലാം അവർക്ക് ഞാൻ നൽകിയിരുന്നു. പക്ഷേ അതിനെയൊന്നും വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തിയിട്ടില്ലാതെ, നമ്മുടെ സന്ദേശങ്ങളെയോ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെയോ നമ്മുടെ താക്കീതുകളെയോ ഉൾക്കൊള്ളാതെ, അത് സ്വീകരിക്കാതെ, അതിനെ പാടെ നിഷേധിച്ച് പരിഹസിച്ച്, യജ്ഹദൂന അവർ പരിഹസിക്കുകയും അവർ നിഷേധികളായി നടന്ന കാരണം കൊണ്ട് ഞാൻ അവർക്ക് ശക്തമായ ശിക്ഷ നൽകി എന്നാണ് അവിശ്വാസികളാകുന്ന ആളുകളെ അഭിമുഖീകരിച്ചുകൊണ്ട് അല്ലാഹു തആല ഈ ആയത്തിൽ പറഞ്ഞത്. ഇത് നമുക്കും പാഠമാണ്. ഇതിൽ നമുക്കും വല്ലാത്ത പാഠങ്ങളുണ്ട്. കാരണം എല്ലാം അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടില്ലേ? ഒരു കാര്യം കേൾക്കുമ്പോൾ അതിനനുസരിച്ച് കൊണ്ടാണ് ജീവിക്കേണ്ടത്. ഇങ്ങനെ പോകാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇന്നതൊന്നും കാണാൻ പാടില്ല, ഇന്നതൊന്നും കേൾക്കാൻ പാടില്ല എന്ന റഹ്മാനായ റബ്ബിന്റെ ആയത്തുകളെ, ദൃഷ്ടാന്തങ്ങളെ, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ കൽപ്പനകളെ സ്വീകരിക്കാതെ അതിനെ നിഷേധിച്ചും പരിഹസിച്ചും നടക്കുന്ന ആളുകൾ ഇന്നും മുസ്ലിം സമൂഹത്തിന്റെ ഇടയിൽ ധാരാളം നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പൊ അവർക്കൊക്കെ താക്കീത് ചെയ്യപ്പെട്ട ശിക്ഷ അവരെ വലയം ചെയ്തുവെങ്കിൽ ഇതുപോലുള്ള സംഭവങ്ങൾ നിങ്ങൾക്കും ഒരു ശക്തമായ പാഠമാകേണ്ടതാണ്. കാരണം നിങ്ങളൊക്കെ ഇന്ന് എല്ലാം തികഞ്ഞവരാണ് എന്ന് പറയുന്നു. നമ്മളൊക്കെ എല്ലാം തികഞ്ഞവരായിട്ട് അഭിനയിച്ച് ഇങ്ങനെ അഹങ്കാരികളായി നടക്കുക. അള്ളാഹുവാണ് പറയുന്നത്, നമുക്ക് നൽകിയിട്ടില്ലാത്ത എല്ലാവിധ പല കാര്യങ്ങളും അവർക്ക് നാം നൽകിയിട്ടുണ്ട് എന്നത്. ആ ആദ് സമൂഹത്തിന് അല്ലാഹു തആല പാഠം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ റഹ്മാനായ റബ്ബിന്റെ ശിക്ഷയെയും അവന്റെ പരീക്ഷണത്തെയും ഞാനും നിങ്ങളും ഭയപ്പെടണേ എന്ന ശക്തമായ താക്കീതാണ് അല്ലാഹു തആല 26-ാമത്തെ ആയത്തിലൂടെ നമുക്ക് നൽകുന്നത്. കഴിഞ്ഞ ആയത്തുകളിൽ അല്ലാഹു തആല ആദ് സമൂഹത്തെ പരിചയപ്പെടുത്തി. ആ ആദ് സമൂഹം നിങ്ങളെക്കാൾ മല്ലന്മാരായിരുന്നു കയ്യൂക്കിലും മെയ്യൂക്കിലും സമ്പത്തിലുമൊക്കെ എന്ന് അല്ലാഹു തആല ഉറപ്പിച്ചു പറയുന്നു. നമ്മളെക്കാൾ ഭയാനകരമായ ശക്തിയുള്ളവരായിരുന്നു. എന്നിട്ടും അവരെ നശിപ്പിച്ചിട്ടുണ്ട്. അവർ പരിഹസിച്ച അതേ പ്രകാരം അവർ നിഷേധികളായ കാരണം കൊണ്ട്. ഇനി അല്ലാഹു പറയുന്നു, ആദ് സമൂഹത്തെ മാത്രമല്ല, അവിശ്വാസികൾ അഭിമുഖീകരിച്ചുകൊണ്ടാണ് അല്ലാഹു പറയുന്നത്, ആദ് സമൂഹത്തെ മാത്രമല്ല മറ്റു പലരെയും ഞാൻ നശിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് 27-ാമത്തെ ആയത്തിൽ പറയുന്നത്. വലഖദ് അഹ്ലക്നാ മാ ഹൗലകും മിനൽ ഖുറാ, വലഖദ് അഹ്ലക്നാ തീർച്ചയായും നാം നശിപ്പിച്ചിട്ടുണ്ട് മാ ഹൗലകും, ഹൗല് ചുറ്റുഭാഗം, മാ ഹൗലക്കും നിങ്ങളുടെ ചുറ്റുപാടിലുള്ളത്, മിനൽ ഖുറ, ഖുറ ഗ്രാമം, രാജ്യം, ചില രാജ്യങ്ങളെയും നാം നശിപ്പിച്ചിട്ടുണ്ട്. വലഖദ് അഹ്ലക്നാ മാ ഹൗലകും മിനൽ ഖുറ, നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ചില രാജ്യങ്ങളെയും നാം നശിപ്പിച്ചിട്ടുണ്ട്. വസ്വറഫിനൽ ആയാതി ലഅല്ലഹും യർജിഊൻ, വസ്വറഫിന നാം വിവിധ രൂപേണ അവർക്ക് വിവരിച്ചു കൊടുത്തു.
സൊറഫിന തിരിച്ചും മറച്ചുമൊക്കെ പിന്നെ നാം അവർക്ക് പല ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട്, പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, ഒരു രീതിയിൽ മാത്രമല്ല പല രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നാം അവർക്ക് വിവരിച്ചു കൊടുത്തു. വസറഫിന, നാം പല രീതിയിൽ വിവിധങ്ങളായ രൂപത്തിൽ നാം അവർക്ക് വിവരിച്ചു കൊടുത്തു. എന്തിനെ? അല്ലായാതി, ദൃഷ്ടാന്തങ്ങളെ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ അവർക്ക് നാം വിവരിച്ചു കൊടുത്തു. എന്തിനാണ് ഇങ്ങനെ വിവിധങ്ങളായ രൂപത്തിലും ഭയാനകരമായ ശിക്ഷകളുടെ വിവിധ ശൈലികളും നശിപ്പിച്ചതിന്റെ ഒരുപാട് ഉദാഹരണങ്ങളുമൊക്കെ നാം അവർക്ക് വിവരിച്ചു കൊടുത്തത്? ലഅല്ലഹും, അവരായി തീരാൻ വേണ്ടി, യർജിഊന, മടങ്ങുന്നവരായി തീരാൻ വേണ്ടി, തെറ്റുകളിൽ നിന്ന്, ശിർക്കിൽ നിന്ന് അവർ രക്ഷപ്പെട്ട് യഥാർത്ഥ തൗഹീദിലേക്ക് മടങ്ങി വരുന്നവരാകാൻ വേണ്ടി, നിഷേധത്തിൽ നിന്ന്, പരിഹാസത്തിൽ നിന്ന് സത്യമാർഗത്തിലേക്ക് അവർ തിരിച്ചു വരുന്നവരാകാൻ വേണ്ടിയാണ് നാം ഇങ്ങനെ ആയത്തുകളെ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ വിവിധ രീതികളിൽ അവർക്ക് നാം വിശദീകരിച്ചു കൊടുത്തത് എന്ന് അല്ലാഹു തആല പറയുന്നു. ഇവിടെ അല്ലാഹു പറഞ്ഞത് ആദ സമൂഹത്തെ മാത്രമല്ല, വലഖദ് അഹ്ലക്നാ മാ ഹൗലകും മിനൽ ഖുറാ. ആരോടാ പറയുന്നത്? മക്കയിലെ അവിശ്വാസികളാകുന്ന ആളുകളോട് പറയുന്നു, നിങ്ങൾക്ക് ചുറ്റുമുള്ള പല ഗ്രാമങ്ങളെയും പല രാജ്യങ്ങളെയും നാം നശിപ്പിച്ചിട്ടുണ്ട്. ഏതാണ് ആ രാജ്യം? മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ ധാരാളം പിന്നെ അതിന്റെ ആ മക്കയുടെയൊക്കെ പരിസരത്ത്, ഹിജാസിനും ഷാമിനും ഒക്കെ ഇടയിലുള്ള പിന്നെ സമൂദ് ഗോത്രത്തെ കുറിച്ച് സൂറത്തുൽ ഹാഖയിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, സമൂദ് ഗോത്രത്തെ നശിപ്പിച്ചത്. അതേ പ്രകാരം പിന്നെ യമനിലും മറ്റും താമസിച്ചിരുന്ന സബഅ ഗോത്രത്തെ, അവർക്ക് അല്ലാഹു തആല നൽകിയിട്ടുള്ള ശിക്ഷകൾ, അങ്ങനെ വിവിധങ്ങളായ പിന്നെ ആളുകൾ അവർക്ക് ചുറ്റും താമസിച്ചിരുന്നു. അവരെക്കും അവരുടെ നാടുകളിലേക്കും ഇത്തരത്തിലുള്ള പല ശിക്ഷകളും നാം അയച്ചിട്ടുണ്ട്. അതാണ് അല്ലാഹു ഇവിടെ പറഞ്ഞത്, വലഖദ് അഹ്ലക്നാ മാ ഹൗലകും മിനൽ ഖുറാ. നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ചില രാജ്യങ്ങളെയും നാം നശിപ്പിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടി? ആ രാജ്യക്കാർ മടങ്ങുവാൻ വേണ്ടി. അള്ളാഹുവിൻ ദൃഷ്ടാന്തങ്ങളെ വിവിധങ്ങളായ രൂപത്തിൽ നാം വിവരിച്ചു കൊടുക്കുകയും ചെയ്തു. എത്ര പല രീതിയിൽ നാം വിവരിച്ചു കൊടുത്തിട്ടും സത്യം സ്വീകരിക്കാൻ അവർ തയ്യാറാകാത്ത കാരണമാണ് ആ രാജ്യക്കാരെ, നിങ്ങളുടെ പരിസരത്തുള്ള പല രാജ്യങ്ങളെയും നാം നശിപ്പിച്ചത് എന്ന് പറഞ്ഞിട്ട് 28-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നത്, ഫലൗലാ നസ്റഹുമുല്ലദീന ഇത്തഖദൂ മിൻ ദൂനില്ലാഹി ഖുർബാനൻ ആലിഹ ബൽ ളല്ലൂ അൻഹും വദാലിക ഇഫ്കുഹും വമാ കാനൂ യഫ്തറൂൻ. ഫലൗലാ നസ്റഹും, അപ്പോൾ അവരെ സഹായിക്കാത്തത് എന്തുകൊണ്ട് അവരെ സഹായിച്ചില്ല? ഇങ്ങനെ അള്ളാഹുവിലേക്ക് പ്രവാചകന്മാർ ക്ഷണിച്ചപ്പോ അതിനെ പരിഹസിക്കുകയും നിഷേധിക്കുകയും ചെയ്ത ആളുകളിലേക്ക് അവരെ നാം നശിപ്പിക്കുകയും അവരിലേക്ക് ശിക്ഷ ഇറക്കുകയും ചെയ്തപ്പോ അള്ളാഹു ചോദിക്കാം ഇവരോട്, എന്ത്? ഫലൗലാ നസ്റഹുമുല്ലദീന, ഒരു വിഭാഗത്തെ എന്തുകൊണ്ടാണ് സഹായിക്കാതിരുന്നത്? അല്ലദീന ഇത്തഖദൂ, അവർ സ്വീകരിച്ചു വെച്ചിരുന്നവർ, മിൻ ദൂനില്ലാ, അള്ളാഹുവിന് പുറമെ അവർ പലരെയും സ്വീകരിച്ചു വെച്ചിരുന്നുവല്ലോ, ഖുർബാനൻ, സാമീപ്യ കർമ്മമായിട്ട്. ഖുർബാനൻ ആലിഹ, സാമീപ്യ കർമ്മമായിട്ട് പല ദൈവങ്ങളെയും ആരാധ്യ വസ്തുക്കളെയും അള്ളാഹു അല്ലാത്തതിനെ അവർ സ്വീകരിച്ചു വെക്കുകയും അതിനെ അംഗീകരിക്കുകയും ഒക്കെ ചെയ്തിരുന്നുവല്ലോ അവർ. പക്ഷേ നമ്മുടെ ശിക്ഷ വന്നപ്പോ ഫലൗലാ നസറഹും, എന്തുകൊണ്ടാണ് സഹായിക്കാതിരുന്നത്? അല്ലദീന ഇത്തഖദൂ മിൻ ദൂനില്ലാഹി ഖുർബാനൻ ആലിഹ, അല്ലാഹുവിന് പുറമെ ഒരു സാമീപ്യ കർമ്മമായി കൊണ്ട് ആരാധ്യന്മാരായി അവർ സ്വീകരിച്ചു വെച്ചവർ, എന്തുകൊണ്ട് അവരെ സഹായിച്ചില്ല? ഒരാളുണ്ടായില്ല നമ്മുടെ ശിക്ഷ ഇറക്കിയപ്പോ, ഒരാളും ഉണ്ടായിരുന്നില്ല നമ്മുടെ ശിക്ഷ ഇറക്കിയപ്പോ. എന്ന് മാത്രമല്ല, ബല്ലെന്നല്ല ലൊല്ലൂ അൻഹും, എങ്കിലും അവർ മാഞ്ഞുപോയി, അവർ തെറ്റിപ്പോയി, അൻഹും, അവരെ വിട്ട്. വദാലിക, അത് ഇഫ്കുഹും, അവരുടെ നുണ മാത്രമാണ്, തെറ്റായ ഒരു ധാരണ മാത്രമാണ്. അള്ളാഹു അല്ലാത്തവരെ ആരാധിച്ചാൽ തങ്ങൾക്ക് അള്ളാഹുവിങ്കൽ സാമീപ്യ സ്ഥാനം അവർ നേടിക്കൊടുക്കുമെന്ന് മക്കയിലെ മുശ്രിക്കീങ്ങൾ വാദിച്ചിരുന്നു. ഇതിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ എന്ത് പറഞ്ഞത്? ഇത്തഖദൂ മിൻ ദൂനില്ലാഹി ഖുർബാനൻ ആലിഹ, ഒരു സാമീപ്യ കർമ്മമായി കൊണ്ട് ആരാധ്യന്മാരെ അവർ സ്വീകരിച്ചു വെച്ചു. പക്ഷേ അവരാരും അള്ളാഹുവിങ്കൽ സാമീപ്യം നേടാൻ ഈ ആളുകൾ ഉണ്ടാകും,
ഞങ്ങൾ ആരാധിക്കുന്ന ഈ വസ്തുക്കൾ ഉണ്ടാകും, ഈ ദൈവങ്ങൾ ഉണ്ടാകും, ഇവർ അള്ളാഹുവിങ്കൽ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യും എന്നൊക്കെയായിരുന്നു അവരുടെ വിശ്വാസം. പക്ഷെ അള്ളാഹു പറയുന്നു, അവർക്ക് ശിക്ഷയങ്ങ് വന്നപ്പോ ആരും ഉണ്ടായിരുന്നില്ല അവരെ സഹായിക്കാൻ. ഇവരുടെ വാദത്തെ കുറിച്ചാണ് പിന്നീട് അള്ളാഹു പറയുന്നത്, അത് അവരുടെ കള്ളവാദം മാത്രമാണ്, അവർ കെട്ടിച്ചമച്ചിരുന്നതുമാണ്. അല്ലെ? മക്കയിലെ മുശ്രിക്കീങ്ങൾക്ക് ആ വിശ്വാസം ഉണ്ടായിരുന്നു. ഇന്ന് പല ആളുകൾക്കും ഇത്തരത്തിലുള്ള വിശ്വാസമുണ്ട്. മഹാന്മാരാകുന്ന ആളുകളെ, അതല്ലെങ്കിൽ പ്രവാചകന്മാരെ, അള്ളാഹു ഇഷ്ടപ്പെട്ട അമ്പിയാക്കളെ, ഔലിയാക്കളെ, മറ്റു പല വസ്തുക്കളെയും ആരാധിക്കുന്ന ആളുകൾ, അതിനോട് സങ്കടം പറയുന്ന ആളുകൾ, സൂര്യനോടും ചന്ദ്രനോടും ബിംബങ്ങളോടും അതുപോലെ ഫോട്ടോകളോടൊക്കെ അതിനെയൊക്കെ മുന്നിൽ നിർത്തിക്കിയിട്ട് അതിനോട് സങ്കടം പറയുന്ന, അതിന് നേർച്ച വഴിപാടുകളും പൂജകളും സമർപ്പിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവരൊക്കെ വിശ്വസിക്കുന്നത് എന്താണ്? ഞങ്ങൾ ഇതിനോട് പറഞ്ഞാൽ ഞങ്ങൾ പാപികളാണ്, ഞങ്ങൾ ദോഷികളാണ്, ഞങ്ങൾ ഇതിനോട് പറഞ്ഞാൽ ഇവർ എന്തു ചെയ്യും? അള്ളാഹുവിനോട് ഞങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്ത് ഞങ്ങളുടെ കാര്യം അള്ളാഹുവിന്റെ അടുക്കൽ സമർപ്പിച്ച് ഞങ്ങളുടെ കാര്യം സാധിപ്പിച്ചു തരും എന്ന വിശ്വാസമാണ് ഇന്ന് പല ആളുകൾക്കും ഉള്ളത്. അപ്പൊ മക്കയിലെ മുശ്രിക്കീങ്ങൾക്ക് മാത്രമല്ല ഈ ആയത്ത് ബാധകമാകുന്നത്, മറിച്ച് ഇന്ന് ഇത്തരം വിശ്വാസമുള്ള ആളുകൾക്കും ഈ ആയത്ത് ബാധകമാണ്. അള്ളാഹുവിന്റെ വെല്ലുവിളി, അള്ളാഹുവിന്റെ ശക്തമായ താക്കീത്. ഫലൗലാ നസറഹുമുല്ലദീന ഇത്തഖദൂ മിൻ ദൂനില്ലാഹി ഖുർബാനൻ ആലിഹ. അള്ളാഹുവിന് പുറമെ ആ അള്ളാഹുവിങ്കലേക്ക് ഒരു സാമീപ്യ കർമ്മമായി കൊണ്ട് ആരാധ്യന്മാരായി അവർ സ്വീകരിച്ചു വെച്ചവാറും, ഞങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യും, ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യും, ഞങ്ങൾ വിളിച്ചു തേടുന്ന, ഞങ്ങൾ ആരാധിക്കുന്ന ഈ ദൈവങ്ങൾ അള്ളാഹുവിങ്കൽ സാമീപ്യ സ്ഥാനം നേടിത്തരും എന്ന് വിശ്വസിക്കുന്ന എല്ലാവർക്കുമുള്ള മറുപടിയാണല്ല പറയുന്നത്. ഫലൗലാ നസറഹുമുല്ലദീന ഇത്തഖദൂ മിൻ ദൂനില്ലാഹി ഖുർബാനൻ ആലിഹ. അള്ളാഹുവിന് പുറമെ ഒരു സാമീപ്യ കർമ്മമായി കൊണ്ട് ആരാധ്യന്മാരായി സ്വീകരിച്ചു വെച്ചവർ എന്തുകൊണ്ട് അവരെ സഹായിച്ചില്ല? പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുമ്പോ, രോഗങ്ങളും കഷ്ടപ്പാടുകളും വേദനകളും വരുമ്പോ, അതേ ശിക്ഷകൾ വരുന്നപ്പോ, അഹ്ലക്കിന അവരെ നശിപ്പിച്ചപ്പോ എന്തുകൊണ്ടേ അവര് വരാതിരുന്നത്? ഒരാളും സഹായിച്ചില്ലല്ലോ, ഒരു ദൈവങ്ങളും വന്നില്ലല്ലോ. ബൽ വല്ലു അൻഹും. മാത്രമല്ല ആ സമയത്ത്, ആ പ്രതിസന്ധി ഘട്ടത്തിൽ അവരെല്ലാം അവരെ വിട്ടുപോയി എന്ന് പറഞ്ഞിട്ടല്ല പറയുന്നു. ഇത്തരം വാദമുള്ളവർ, ഇത്തരം ചിന്തയുള്ളവർ, ഇങ്ങനെ വാദിക്കുന്നവർ, വദാലിക ഇഫ്കുഹും, അത് അവരുടെ കള്ളവാദം മാത്രമാണ്. വമകനൂ യഫ്തറൂൻ, അത് അവർ കെട്ടിച്ചമച്ചുണ്ടാക്കിയതുമാണ്. അപ്പൊ സൂറത്തുൽ അഹ്ഖാഫിൽ നിന്ന് ഇന്ന് നാം പഠിച്ച 26 മുതൽ 28 വരെയുള്ള ആയത്തുകളിൽ മക്കയിലെ മുശ്രിക്കീങ്ങളെ, അവിശ്വാസികളാകുന്ന ആളുകളെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞതെങ്കിലും അത് നമുക്കൊക്കെ ബാധകമാണ്. അതിലുള്ള ആശയങ്ങളും അതിലുള്ള ആദർശങ്ങളും പാഠങ്ങളും ഞാനും നിങ്ങളും ഉൾക്കൊള്ളണം. എന്താണ് ഈ ആയത്തിൽ പറഞ്ഞത്? ഒന്നുകൂടെ നമുക്ക് പഠിക്കാം. വലഖദ് മക്കന്നാഹും ഫീമാ മക്കന്നാകും ഫീഹി വജഅൽനാ ലഹും സംഅൻ വഅബ്സ്വാറൻ വഅഫ്ഇദ. നിങ്ങൾക്ക് നാം സൗകര്യപ്പെടുത്തി തന്നിട്ടില്ലാത്ത പല വിഷയത്തിലും തീർച്ചയായും അവരെന്ന് പറഞ്ഞാൽ മുമ്പ് ആയത്തിൽ പറഞ്ഞ ആദ് സമൂഹത്തിന് നാം സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട്. അവർക്ക് നാം കേൾവിയും കാഴ്ചയും ഹൃദയവും നൽകിയിട്ടുണ്ട്. പക്ഷേ ഫമാ അഗ്നാ അൻഹും സംഉഹും വലാ അബ്സ്വാറുഹും വലാ അഫ്ഇദതുഹും മിൻ ശൈഅ. എന്നാൽ അവരുടെ കേൾവിയാകട്ടെ, അബ്സ്വാർ അവരുടെ കാഴ്ചയാകട്ടെ, അഫ്ഇദത്ത് അവരുടെ ഹൃദയമാകട്ടെ, ചിന്തയാകട്ടെ, മിൻ ശൈഅ ഒരു വസ്തും ഫലമാ അഗ്നാ അൻഹും അവർക്ക് ഉപകരിച്ചില്ല. എല്ലാം ഉണ്ടായിട്ടും ഒന്നും അവർക്ക് ഉപകരിച്ചില്ല. എന്തേ അവർക്ക് ഉപകരിക്കാതെ വന്നത്? എന്തേ ഇത്തരത്തിലുള്ള ശിക്ഷകൾ അവരിലേക്ക് ഇറങ്ങിയപ്പോൾ എല്ലാം ഉണ്ടായിട്ടും അവർക്ക് ഉപകരിക്കാതെ വന്നതിന്റെ കാരണം, ഇദ് കാനൂ യജ്ഹദൂന ബിആയാതില്ലാ, അള്ളാഹുവിന്റെ ലക്ഷ്യദൃഷ്ടാന്തങ്ങളെ അവർ നിഷേധിച്ച കാരണത്താലാണ്. വഹഖ ബിഹിം മാ കാനൂ ബിഹി യസ്തഹ്സിഊൻ. ഏതൊന്നിനെ കുറിച്ചാണോ അവർ പരിഹസിച്ചത്, ആ പരിഹസിച്ചു കൊണ്ടിരുന്ന ശിക്ഷ അവരിൽ വലം ചെയ്യുകയും ചെയ്തു. ആ ശിക്ഷ അവരിലേക്ക് അങ്ങ് വന്നു. അവർ പരിഹസിച്ച കാരണം കൊണ്ടാണ്, അവർ നിഷേധികളായ കാരണം കൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും 27-ാമത്തെ ആയത്തിൽ വലഖദ് അഹ്ലകിനാ മാ ഹൗലകും മിനൽ ഖുറാ. ആദ് സമൂഹത്തെ മാത്രമല്ല, നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ചില രാജ്യങ്ങളെയും നാം നശിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. വസ്വറഫിനൽ ആയാതി ലഅല്ലഹും യർജിഊൻ. വസ്വറഫിനൽ ആയാതി
നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ, നമ്മുടെ ലക്ഷ്യങ്ങളെ വിവിധങ്ങളായ രൂപത്തിലും ശൈലിയിലും വിവിധ രൂപത്തിൽ നാം അവർക്ക് വിവരിച്ചു കൊടുക്കുകയും ചെയ്തു. എന്തിനു വേണ്ടി? ലഅല്ലഹും യർജിഊൻ, അവര് മടങ്ങി വരുവാൻ വേണ്ടിയും, ആ രാജ്യക്കാരൊന്ന് സത്യത്തിലേക്ക്, അള്ളാഹുവിന്റെ തൗഹീദിലേക്കൊന്ന് മടങ്ങി വരുവാൻ വേണ്ടി. പക്ഷേ അവർ ആ സത്യം സ്വീകരിച്ചില്ല എന്നതാണ് അതിന്റെ കാരണം. എന്നിട്ട് തുടർന്ന് 28-ാമത്തെ ആയത്തിൽ فلولا نصرهم الذين اتخذوا من دون الله قربانا آلهة, അള്ളാഹുവിന് പുറമെ ആ അള്ളാഹുവിങ്കിലേക്ക് ഒരു സാമീപ്യ കർമ്മമായി കൊണ്ട് ആരാധ്യന്മാരായി അവർ സ്വീകരിച്ചു വെച്ചവർ, പലരെയും ആരാധ്യന്മാരായി സ്വീകരിച്ചു വെച്ചവർ, അപ്പോൾ എന്തുകൊണ്ട് അവരെ സഹായിച്ചില്ല? അള്ളാഹുവിന്റെ വല്ലാത്തൊരു ചോദ്യമാണ്. എന്തേ അവരെ സഹായിക്കാതിരുന്നത്? ശിക്ഷ വന്നപ്പോ എന്തുകൊണ്ടാണ് അവരിലേക്ക് ഹലാക്ക് വന്നപ്പോ അവര് ഈ ആരാധ്യന്മാരൊന്നും അവരെ സഹായിക്കാതെ വന്നത്? ഒരാളും സഹായിച്ചില്ലെന്ന് മാത്രമല്ല, ബല്ലൂ അൻഹും, അതുമാത്രമല്ല ആ ആരാധ്യ വസ്തുക്കളും ആരാധ്യന്മാരും ഒക്കെ ആ സമയത്ത് അവരെ വിട്ട് മാഞ്ഞുപോയി. വദാലിക ഇഫ്കുഹും വമാ കാനൂ യഫ്തറൂൻ, അത് അവരുടെ കള്ളവാദവും അവർ കെട്ടിച്ചമച്ചിരുന്നതും മാത്രമായിരുന്നു. ഈ അള്ളാഹുവിങ്കലേക്ക് ഞങ്ങൾ അള്ളാഹുവിങ്കൽ മഹനീയമായ സാമീപ്യ സ്ഥാനം ഈ ആളുകൾ, ഈ ആരാധ്യ വസ്തുക്കളും ആരാധ്യന്മാരുമൊക്കെ ഞങ്ങൾക്ക് നേടിത്തരും എന്നതും, അവരല്ലാഹുവിനോട് ഞങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യും, ശുപാർശ ചെയ്യും എന്നുള്ളതുമൊക്കെ എന്തുമാത്രമാണ്? വദാലിക ഇഫ്കുഹും വമാ കാനൂ യഫ്തറൂൻ, അത് അവരുടെ കള്ളവാദവും അവർ കെട്ടിച്ചമച്ചുണ്ടാക്കിയത് മാത്രമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പിച്ചും തറപ്പിച്ചും നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പഠിക്കുക, പകർത്തുക, യഥാർത്ഥ തൗഹീദിന്റെ വക്താക്കളായി ജീവിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.